ഹലോ, വെൽക്കം ടു FG ട്രേഡർ. ചെറിയ ക്യാപിറ്റൽ കൊണ്ട് വലിയ പ്രോഫിറ്റ്. നിങ്ങളുടെ ക്യാപിറ്റൽ എങ്ങനെ ഡബിളാക്കാം, അതും വെറും 20 ദിവസം കൊണ്ട്. 20 ദിവസം നമ്മുടെ ട്രേഡിംഗ് ചലഞ്ച് ഇന്നലത്തോടെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ ഒരു കൺക്ലൂഷൻ വീഡിയോ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എത്ര ക്യാപിറ്റലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ നമ്മൾ മൊത്തം 10K വെച്ചിട്ടാണ് 10K ക്യാപിറ്റലാണ് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. നമ്മൾ യൂസ് ചെയ്തത് 10K ആണ് നമ്മൾ യൂസ് ചെയ്തത്. പക്ഷേ അതിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്തത് വെറും 4K to 8K വരെയാണ് നമുക്ക് അതിൽ യൂസ് ചെയ്യേണ്ടി വന്നുള്ളൂ. അപ്പോൾ ഓരോ ദിവസം ഓരോരോ ടൈപ്പ് ഓഫ് മാർക്കറ്റ് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം അപ്പോൾ ട്രേഡിംഗ് പ്ലാൻ നമ്മുടെ പലതും മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒറ്റ ലോട്ടിൽ തന്നെയാണ് നമ്മൾ ട്രേഡ് ചെയ്തത്. അപ്പോൾ എല്ലാ ട്രേഡും ഒറ്റ ട്രേഡിൽ തന്നെയാണ്, ഒറ്റ ലോട്ടിൽ തന്നെയാണ് നമ്മൾ ട്രേഡ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാനിപ്പോൾ അതിൽ കാണിച്ചു തന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒറ്റ ട്രേഡ് ചെയ്ത് ഒരു ദിവസം ഒരു ട്രേഡ് ചെയ്യുക, അതിൽ ഒറ്റ ലോട്ട് വെച്ചിട്ട് നമുക്ക് വെറും 10K ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമുക്കത് യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കാം എന്നുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദിവസം 20 ദിവസം നമുക്ക് 10K വെച്ച് ഒരു ലോട്ട് വെച്ച് ഞാൻ ചെയ്ത് കാണിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം ആവില്ല, അപ്പോൾ നമുക്ക് അതിൽ ലൈവായിട്ട് പ്രൂഫും കൂടെ വേണമല്ലോ. അപ്പോൾ അതിനാണ് ഞാനത് 20 ദിവസത്തെ ചാലഞ്ച് പോലെ ഞാനത് ട്രേഡ് ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കും, നിങ്ങൾക്കിപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ നമ്മളും ഒരു ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ട്രേഡുകൾ ഇതുപോലെ കുറച്ച് പ്രോഫിറ്റ് കൂട്ടാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് മൊത്തം ട്രേഡുകൾ നമ്മൾ 20 ദിവസത്തെയാണ് നമ്മൾ നോക്കിയത്. അതിൽ നമുക്ക് 4 ദിവസം നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 6 ദിവസം നമുക്ക് ലോസ് ഉണ്ടായി, 10 ദിവസം നമുക്ക് പ്രോഫിറ്റാണ് ഉണ്ടായത്. അപ്പോൾ ഏകദേശം നമ്മുടെ 1:2 എന്നുള്ള റേഷ്യോയിലാണ് നമുക്ക് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. അതായത് ട്രേഡ് നമ്മുടെ സക്സസ് റേഷ്യോ എന്ന് പറയുന്നതാണ് 1:2 ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഡേ നമുക്ക് പ്രോഫിറ്റാണ്, സെക്കൻഡ് ഡേ പ്രോഫിറ്റാണ്, തേർഡ് ഡേ ലോസാണ്, ഫോർത്ത് ഡേ ലോസാണ്, അപ്പോൾ ഫിഫ്ത്ത് ഡേ പ്രോഫിറ്റാണ്, സിക്സ്ത് ഡേ ലോസാണ്, സെവൻത്ത് ഡേ ട്രേഡ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ എയ്ത്ത് ഡേ പ്രോഫിറ്റാണ്, നയൻത്ത് ഡേ ലോസാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസങ്ങളിലും ഞാൻ തമ്പനെയിലടക്കം ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏതാണ് എങ്ങനെയാണെന്നുള്ളത്. അതിൽ ഓരോ ദിവസത്തെ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതെങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് ലോസ് ഉണ്ടാക്കിയത് എന്നുള്ള വീഡിയോയിൽ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ മൊത്തം 6 ദിവസത്തെ ലോസാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ മൊത്തം ഒരു 6 ദിവസത്തെ ട്രേഡ് നമുക്ക് ലോസ് ആവുകയാണ് ചെയ്തത്. അതിൽ നമുക്ക് 8,000 റുപ്പീസാണ് നമുക്ക് ലോസ്, ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് 8,000 റുപ്പീസാണ് നമുക്ക് ലോസ് ഉണ്ടായിരുന്നത്. അപ്പോൾ 10 ഡേ നമുക്ക് പ്രോഫിറ്റും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 10 ട്രേഡ് പ്രോഫിറ്റുമാണ്. അപ്പോൾ അതിൽ നമുക്ക് ഉണ്ടായത് 20,500 റുപ്പീസാണ് നമുക്ക് അതിൽ ഉണ്ടായത്. അപ്പോൾ 8,000 റുപ്പീസ് നമുക്ക് ലോസും ആയി, നമുക്ക് 20,500 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റും ഉണ്ടായി. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് നോക്കുമ്പോൾ 12,500 നമുക്ക് പ്രോഫിറ്റാണ്. അതാണ് 125% നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ 10Kയിൽ നമുക്കത് 22,500 റുപ്പീസ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് നോക്കുമ്പോൾ 125% പ്രോഫിറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഓവറോൾ നമുക്ക് വെറും 10K വെച്ചിട്ട് 20 ദിവസം കൊണ്ട് നമ്മുടെ ട്രേഡിംഗ് ചാലഞ്ച് കംപ്ലീറ്റ് ആയപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഞാനും യൂസ് ചെയ്യുന്നത്. ഒരു ആസ് എ ബിഗിനർ പോലെ തന്നെയാണ് ഞാനും ചെയ്തുകൊണ്ടിരുന്നത്. ബിഗിനർ തന്നെയാണ് ഞാനും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് എങ്ങനെയാണ് നമുക്ക് ക്യാപിറ്റൽ ഡബിൾ. അപ്പോൾ ഇത് ഒരു 1 lakh വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് 2,25,000 റുപ്പീസ് ആവും. അപ്പോൾ 1,000 റുപ്പീസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് 2,500 റേഞ്ചിൽ ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ട്രാറ്റജി നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എപ്പോഴും പ്രോഫിറ്റിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്ട്രാറ്റജി വെല്ലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. 20 ദിവസം അത് മെയിൻറ്റെയിൻ ചെയ്തു. ഓരോ ദിവസങ്ങളും എപ്പോഴും നമുക്ക് ട്രേഡ് എടുക്കണമെന്നില്ല. അപ്പോൾ എല്ലാ ദിവസവും ട്രേഡ് എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാ ദിവസവും ഒരു 5-6 ട്രേഡ് എടുത്തിട്ടൊന്നും വലിയ പ്രോഫിറ്റൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതിലൊന്നും ഒരു അർത്ഥവുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എത്രയും ട്രേഡ് കുറയ്ക്കുന്നോ അത്രയും പ്രോഫിറ്റ് തന്നെ കൂടുള്ളൂ. നിങ്ങൾക്ക് പ്രോഫിറ്റ് കൂടാൻ ചാൻസ് ഉള്ളൂ. ട്രേഡ് കൂടുന്തോറും നിങ്ങളുടെ ക്യാപിറ്റൽ കുറഞ്ഞ് വരും. ഇപ്പോൾ 4 ട്രേഡിൽ 2 ട്രേഡ് പ്രോഫിറ്റ് എടുത്ത് കാര്യമില്ല. 5 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 5 ട്രേഡും പ്രോഫിറ്റ് ആക്കാൻ പറ്റുമോ? ഒരു ദിവസം അത്രയും മൂവ്മെൻറ്റ് ഉണ്ടോ? അപ്പോൾ നിങ്ങൾ 5 ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഓരോ മിനിറ്റ് ക്യാൻഡിൽ ഇട്ടിട്ട് 5 ട്രേഡ് എടുത്തിട്ട്
ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഏകദേശം 1:3 1:4 ആ റേഞ്ചിൽ ആണ് നമ്മൾ എടുക്കുന്നത്. സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് നമ്മുടെ ചെറിയ സ്റ്റോപ്പ് ലോസ് എപ്പോഴാണ് ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ടാർഗറ്റ് വലുതായി കിട്ടുന്ന ആ ട്രേഡ് മാത്രം എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുപോലത്തെ ട്രേഡുകൾ എടുത്തിട്ടാണ് നമുക്ക് ഇതുപോലെ. എന്നിട്ടും നമുക്ക് ലോസുകളുണ്ട്. 8,000 റുപ്പീസ് ലോസ്, 6 ട്രേഡ്സ് നമ്മുടെ ലോസാണ്. അപ്പോൾ ഈ 6 ട്രേഡ് ലോസും 10 ട്രേഡ് പ്രോഫിറ്റും ഇങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ട്രേഡിങ്ങിൽ എല്ലാ പ്രാവശ്യവും എല്ലാം പ്രോഫിറ്റ് ആവാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ലോസ് വരുന്ന ടൈമിൽ നമുക്ക് 8,000 ലോസ് വന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് 12,000 എപ്പോഴും പ്രോഫിറ്റായി കിടക്കുക. അപ്പോൾ ലോസ് കുറയ്ക്കുക, പ്രോഫിറ്റ് കൂട്ടുക. അപ്പോൾ ലോസ് ഞാൻ അത്രയും ചെറിയ സ്റ്റോപ്പ് ലോസ് വരുന്ന ട്രേഡുകൾ മാത്രം എടുത്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു പ്രോഫിറ്റിലേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്കിത് കിട്ടുന്നുണ്ടാവില്ല. 1:1 അല്ലെങ്കിൽ ചെറിയ കൂടുതൽ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതിനെക്കാട്ടി ലോസും തരും, ഇതിനെക്കാട്ടി കൂടുതൽ നഷ്ടം വരും. അപ്പോൾ എനിക്ക് ഇപ്പോഴും ടാലി ആവില്ല. ചിലപ്പോൾ 8,000 പ്രോഫിറ്റും 20,000 ലോസും കാണിക്കും. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യാതെ കറക്റ്റായിട്ടുള്ള പ്ലാനിൽ, കറക്റ്റായിട്ടുള്ള മൈൻഡ് സെറ്റിൽ നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങുക. ട്രേഡ് കറക്റ്റാണ് എന്നുള്ളത് കറക്റ്റ് നമുക്ക് ചാർട്ടിൽ കാണിക്കുന്ന സാധനം നമുക്ക് പ്രോഫിറ്റിലാക്കും എന്നുള്ളതുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ചെറിയ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കണം. വലിയ സ്റ്റോപ്പ് ലോസ് ആയാലും കുഴപ്പമൊന്നുമില്ല. വലിയ സ്റ്റോപ്പ് ലോസ് നമുക്ക് 1:1 റേഞ്ച് വെക്കാം. അപ്പോൾ 1:1 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിന്നിങ് റേഷ്യോ കൂടണം. അപ്പോൾ അതായത് ഇപ്പോൾ 10 ട്രേഡിൽ നമുക്ക് 5 ലോസും 5 ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കവർ ആവണം. അതായത് കൂടുതൽ ആവാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ ആവുള്ളൂ. 5 എണ്ണം അടിച്ചാൽ 5 എണ്ണം ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് 10 ദിവസം നമ്മൾ ട്രേഡ് ചെയ്ത് വെറുതെ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ലോസ് കുറഞ്ഞ ട്രേഡുകൾ എടുക്കുക, ലോസ് കമ്മി ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനിയും വീഡിയോകൾ കാണാം. നമുക്കതെങ്ങനെയാണ് ഇനിയും ഞാൻ ട്രേഡുകൾ എടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ലോസ് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് എങ്ങനെ ബുക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് എൻ്റെ വീഡിയോകളിൽ എല്ലാം കണ്ടതാണ്. ഞങ്ങൾ ലൈവായിട്ട് കണ്ടതാണ്. ഇപ്പോൾ എവിടെയൊക്കെ ട്രേഡ് എടുത്തു, എവിടെയൊക്കെ ലോസ് എടുത്തു എന്നുള്ളത് ഓരോ ദിവസത്തെയും ട്രേഡിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ എന്തായാലും താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത ചാലഞ്ചോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.